to God. Greetings to you all in the matchless name of our Lord Jesus Christ. Praise God. Hallelujah. Amen. Praise God. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് കാലം? ആമേൻ. പ്രൈസ് ഗാഡ്. ഞങ്ങൾ എല്ലാവരും ഒത്തിരി നാൾ കഴിഞ്ഞ് കാണുന്നപ്പോഴുണ്ട്. ജോൺ 16 സുവിശേഷ പുസ്തകം, യോഹന്നാൻ എഴുതിയ സുവിശേഷ പുസ്തകം 16 അധ്യായം 8 നിന്ന് 11 വരെ മലയാളത്തിൽ വായിക്കാം, ഇംഗ്ലീഷിൽ വായിക്കാം. Amen. ഇംഗ്ലീഷിൽ വായിക്കാം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. നൽകപ്പെട്ട ഈ വചനത്തെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവവായത്തിനെ വാഴ്ത്തി നൊരുക്കി ഹല്ലേലൂയ ഞങ്ങൾ എല്ലാവർക്കും പകരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല വിത്തായി അമ്മേ പ്രൈസ് ഗോഡ് വീഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ 30 അല്ല 90 അല്ല 60 അല്ല 100 മേനിയായി പലന് കായ്പാൻ ദൈവം സഹായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഞങ്ങളുടെ മധ്യയെ ഹല്ലേലൂയ ശക്തമായി ഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു വന്ന നാൾ മുതൽ രഹസ്യവറിവിൽ എടുക്കപ്പെടുന്ന നാൾ വരെ ആ ദിവസങ്ങളെ പറയുന്നത് ചേർച്ച് ഏജ് എന്നാണ് പറയുന്നത്. They call it church age. From the day the Holy Spirit came to this earth to the rapture or the secret coming of Christ is called the church age. ദൈവസഭയുടെ യുഗം. ദൈവസഭ പരിശുദ്ധാത്മാവിന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. അവൻ നമ്മെ പാപത്തെക്കുറിച്ചും ഓരോ ദിവസം അവൻ പ്രൈസ് ഗോഡ് ഈ ലോകത്തെ മാത്രമല്ല ഈ ലോകത്തെ നമ്മുടെ മുഖാന്തരം പ്രൈസ് ഗോഡ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം പരത്തുന്ന പരിശുദ്ധ ആത്മാവ്. പ്രൈസ് ഗോഡ്. 2 വകമുണ്ട്. ഒന്ന്, പരിശുദ്ധ ആത്മാവിന് പ്രൈസ് ഗോഡ് വാദിക്കുവാൻ സമയം കൊടുത്ത് അവൻ്റെ ക്രോധത്തെ അവൻ രുചിക്കുവാൻ ഇടയാകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അനുസരിക്കുന്ന ദൈവസഭയ്ക്ക് പ്രൈസ് ഗോഡ് ന്യായവിധി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രതിഫലം മുഖാന്തരമാണ്. ആ പ്രതിഫലം പ്രാപിക്കുന്നവരാണ് നിങ്ങളും ഞാനും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ പ്രൈസ് ഗോഡ് വരികയായി വരുന്നില്ല, പ്രതിഫലവുമായി വരും. പ്രൈസ് ഗോഡ് ഓരോരുത്തർക്കും അവൻ നൽകുന്ന പ്രതിഫലങ്ങൾ അമേൻ ഒരു ഡിവൈൻ സർപ്രൈസാണ് നമുക്ക് മേടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അമേൻ പ്രൈസ് ഗോഡ് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ദേവദാസന്മാർ കയ്യിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം ആമേൻ പ്രൈസ് ഗോഡ് വിലയുള്ള ഒരു അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് അണികൾ പാഞ്ഞ് ആ കരങ്ങളിൽ നിന്ന് മേടിക്കുന്നത്. എന്നാൽ അവൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ അവൻ പ്രൈസ് ഗോഡ് നിങ്ങളെയും എന്നെയും ഓരോ ദിവസം വിശുദ്ധീകരിച്ച് അവൻ്റെ വരവിനായി ഒരുക്കുന്നു. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നവർ അവൻ പ്രൈസ് ഗോഡ് രഹസ്യ വരവിൽ ഒരുങ്ങുന്നവർ 3 കൂട്ടരുണ്ട്. നിർമ്മല കന്യക പ്രൈസ് ഗോഡ്, ബുദ്ധിയുള്ള കന്യകമാർ, ബുദ്ധിയില്ലാത്ത കന്യകമാർ. ദൈവസഭയിൽ അങ്ങനെയുള്ള ആൾക്കാർ 3 കൂട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവസഭയിൽ അമ്മേൻ കാണപ്പെടാത്ത ഒരു കൂട്ടം ഉണ്ട്. അവർ ദിവസം പ്രതി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ് സമയമെടുത്ത് ഹല്ലേലൂയ ബൈബിൾ വായിക്കുന്നവരാണ്. ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരാണ്. എല്ലാ കാര്യത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നവരാണ്. പ്രൈസ് ഗോഡ് ദൈവ വചനത്തിന് മുൻപിൽ വരയ്ക്കുന്നവരാണ്. കർത്താവിൻ്റെ വരവിന് പ്രതീക്ഷിച്ച് ആമേൻ പ്രത്യാശ വർദ്ധിച്ച് ഓരോ ദിവസം ഭയഭക്തിയോട് ജീവിക്കുന്ന ആമേൻ പ്രൈസ് ഗോഡ് ഒരു കൂട്ടമുണ്ട്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പ്രൈസ് ഗോഡ്, അവൻ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇസ്രായേൽ, പ്രത്യേകിച്ച് ഇസ്രായേലിൽ യഹൂദന്മാർ അവനെ തല്ലി. യഹൂദന്മാർ തല്ലിയപ്പോൾ നിങ്ങളും ഞാനും അവനെ സ്വീകരിച്ചു. അവൻ്റെ ഹൃദയത്തിൽ മുഴുവൻ സ്വാതന്ത്ര്യം തന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അവനെ സ്നേഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. നിങ്ങൾ അറിയാവുന്ന ഒരു വിഷയമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ മുമ്പിലിരിക്കുന്നവർ വചനം അറിയാത്തവരല്ല, മെസ്സേജ് കേൾക്കാത്തവരല്ല. പകരം ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദിവസം പ്രതി വചനം വായിക്കുന്നവരും മെസ്സേജസ് കേൾക്കുന്നവരുമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്നുകൂടെ നിങ്ങൾ അറിഞ്ഞ കാര്യം ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുവാൻ ദൈവത്തിന് ആത്മാവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അവനെ സ്നേഹിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഞാനും സ്നാനപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. ആ പ്രവൃത്തികൾ തക്കവണ്ണം ആമേൻ, പ്രൈസ് ഗോഡ്, നിങ്ങൾ ഞാനും നീതിമാനാണോ ഇല്ലയോ എന്ന് ആമേൻ തെളിവ് ആമേൻ നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമാണ്. അതിനുശേഷം ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്നു. ആ ന്യായവിധിക്ക് നിങ്ങൾ ഞാനും പേടിക്കുന്നവരല്ല, പകരം ഹല്ലേലൂയ ഏതും ന്യായവിധിയും ഫേസ് ചെയ്യുവാൻ ധൈര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഞാനും. കാരണം കർത്താവ് തീർച്ചയായിട്ടും പ്രതിഫലം നൽകും എന്ന വിശ്വാസമുണ്ട്. അവൻ്റെ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവനെ ആരെ സ്നേഹിക്കുന്നുവോ അവരെ ശിക്ഷിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. As many as I love, I rebuke and I chastise them. Be jealous therefore and repent, says the Lord. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദിവസവും ഹല്ലേലൂയ നിങ്ങൾ എന്നെയും തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് ശക്തിമേൽ ശക്തി പ്രാപിച്ച് കൃപമേൽ കൃപ പ്രാപിച്ച് അവൻ്റെ വരവിനായി ഒരുക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്നു. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആമേൻ. ദൈവത്തിൻ്റെ ന്യായവിധി കർത്തമേശ മുഖാന്തരം, മെസ്സേജുകൾ മുഖാന്തരം, ആമേൻ, നമ്മുടെ ദിവസം പ്രതി നമ്മുടെ ബൈബിൾ റീഡിംഗ് മുഖാന്തരം, നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം കർത്താവ് നമ്മോട് സംസാരിച്ച് ഹല്ലേലൂയ അവൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവം നമുക്ക് സഹായിക്കുന്നു. ഒരു ക്രിക്കറ്റ് പ്ലെയർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവൻ്റെ പുറയിൽ 3 സ്റ്റെമ്പുണ്ട്. ആ ബോൾ ചെയ്യുന്ന ആൾക്കാർ, ബോൾ ചെയ്യുന്നവൻ സ്പിന്നിങ് ആണോ അതനുസരിച്ച് അവൻ ബാറ്റിംഗ് അവൻ മാറ്റും. പ്രൈസ് ഗോഡ്. യോക്കർ ഇടുന്ന ഒരാൾക്കാരാണെങ്കിൽ ആമേൻ, പ്രൈസ് ഗോഡ്, അതനുസരിച്ച് ഫുൾ ടോസിൽ ആ ബോൾ ഫേസ് ചെയ്യുവാൻ 6 or 4 അടിക്കും. ചില ആൾക്കാർ ഫുൾ ടോസ് ഇടും, അതിന് മിസ് ചെയ്യുന്നവരുണ്ട്. ആ ബോളിങ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 3 സ്റ്റെമ്പാണ്. അടിക്കാണ്ട് വേണ്ടി ആരും ബോളിങ് ചെയ്യുന്നില്ല. എങ്ങനെയും സ്റ്റംപ് ഔട്ടാക്കാണ് അവർ ബോളിങ് ചെയ്യുന്നത്. അവരുടെ ബോളിങ്ങിൽ 6 ബോളുണ്ട്. 6 ബോളിൽ എങ്ങനെയും ഒരു സ്റ്റെമ്പ്, 3 സ്റ്റെമ്പ് പോലെ 3 വിഷയങ്ങളാണ് നിങ്ങൾ എൻ്റെ മുൻപിലിരിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധി എന്നുള്ള 3 സ്റ്റെമ്പും ഉണ്ട്. ആ 3 സ്റ്റെമ്പിൽ ഏതെങ്കിലും ഒരു സ്റ്റെമ്പ് അടിച്ചാൽ ഔട്ട് ചെയ്താൽ മതി, ഔട്ടാകും. സ്റ്റെപ്പ് ഏക്കുന്ന പോലെ പ്രൈസ് ഗോഡ് നിങ്ങൾ എൻ്റെയും ജീവിതത്തിൽ ആമേൻ വീഴ്ച സംഭവിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മുന്നമേ അറിഞ്ഞ് ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ നടുക്കെണിക്ക് നിർത്തി 3 സ്റ്റെമ്പ് വീഴാതെ ഇതുവരെ കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് പരിശുദ്ധാത്മാവിനെ ആമേൻ, പ്രൈസ് ഗോഡ്, അനുസരിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ ഞാനും. പ്രൈസ് ഗോഡ്. പാപത്തെ നിസ്സാരമായിട്ട് കാണുന്നവരല്ല, പാപത്തെ അതിൻ്റെ വില മനസ്സിലാക്കി തന്നെ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഞാനും. പ്രൈസ് ഗോഡ്. രക്ഷ പ്രാപിച്ചപ്പോൾ, കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ രക്ഷയുടെ സന്തോഷമുണ്ടായിരുന്നു. ആ രക്ഷയുടെ സന്തോഷം ഇപ്പോഴും ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് നിങ്ങൾ ഞാനും. പ്രൈസ് ഗോഡ്. സന്തോഷമില്ലെങ്കിൽ രക്ഷയില്ല. സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ, പ്രൈസ് ഗോഡ്, എവിടെയോ രക്ഷ നമ്മൾ വിട്ട് മാറിപ്പോയിരിക്കുന്നു.
പ്രൈസ് ഗോഡ്. മടങ്ങി വരാൻ സമയമാണ്. ഹല്ലേലൂയ. ഈ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ആമേൻ പ്രൈസ് ഗോഡ് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാനും. ആമേൻ പ്രൈസ് ഗോഡ്. മനസ്സുരുക്കത്തിൻ്റെ ആത്മാവ് കൊണ്ട് അവൻ നിങ്ങളെയും എന്നെയും താങ്ങി മനസ്സുരുക്കത്തിൻ്റെ സന്തോഷം അവൻ നമുക്ക് തിരികെ നൽകുന്നു. എന്നാൽ നിങ്ങളുടെ മുൻപിൽ ആമേൻ പ്രൈസ് ഗോഡ് മുമ്പിൽ ഒരിക്കൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുവാൻ ഇടയാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെയും എന്നെയും ഒരു പുത്രത്വത്തിൽ നയിക്കുന്നു. പ്രൈസ് ഗോഡ്. സൺഷിപ്പ്, 7 സ്റ്റേജസ് ഓഫ് സൺഷിപ്പ് ഉണ്ട്. പ്രൈസ് ഗോഡ്. ആദ്യമായി വായിക്കാം യോഹന്നാൻ 1:12. നമുക്കറിയാവുന്ന വചനം യോഹന്നാൻ 1:12. പ്രൈസ് ഗോഡ്. ഇത് ഒന്നാമത്തെ നിരയാണ്. പ്രൈസ് ഗോഡ്. ഇതിൽ പൂർണ്ണത പ്രാപിക്കുന്നില്ല. ഇതിൽ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അധികാരം മാത്രം നൽകിയിട്ടുള്ളൂ. പുത്രത്വത്തിൻ്റെ ആദ്യ നില രക്ഷ അല്ലെങ്കിൽ മാനസാന്തരം അല്ലെങ്കിൽ വീണ്ടും ജനനം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ സ്റ്റേജ് പ്രൈസ് ഗോഡ് വാട്ടർ ബാപ്റ്റിസം. വെള്ളത്തിനാലുണ്ടായ സ്നാനം ഇതിൽ രണ്ടാമത്തെ നിലയിൽ കയറുന്നു. ഗലാത്യർ എഴുതിയ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന് 26-27. Galatians chapter 3 verses 26 and 27. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്നാനപ്പെടുമ്പോൾ രണ്ടാമത്തെ നിലയിലേക്ക് കയറുക. നിങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുന്നു. മൂന്നാമത്തെ സ്റ്റേജ് വേർപാട് ഉണ്ട് എന്നുള്ള അനുഭവമാണ്, സെപ്പറേഷനാണ്. തേർഡ് സ്റ്റേജ് ഇസ് ദ സ്റ്റേജ് ഓഫ് സെപ്പറേഷൻ. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 17-18. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 17-18. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വേർപാടിൻ്റെ അനുഭവത്തിൽ കൂടെ പ്രൈസ് ഗോഡ് പുത്രത്വം പ്രാപിച്ച ദൈവമക്കളാണ് നിങ്ങളും ഞാനും. പ്രൈസ് ഗോഡ്. ഈ വേർപാടിൽ പറയുമ്പോൾ സ്വന്തം ശരീരത്തെ വെറുക്കുന്ന ഒരു അനുഭവം, ഈ ലോകത്തെ വെറുക്കുന്ന അനുഭവം. ഈ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹമില്ല. പ്രൈസ് ഗോഡ്. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് വചനം പറയുന്നു. ദിസ് വേൾഡ് വാസ് നോട്ട് വർതി ഓഫ് ദം. They hate the world. എങ്ങനെയും യേശു ക്രിസ്തു വരവിൽ എടുക്കപ്പെടണം എന്ന് പറഞ്ഞ് ദേവദാസന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് യേശുവേ വേഗം വരണമേ എന്ന് നമ്മൾ പറയുന്നു. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. വചനത്തിൽ അങ്ങനെയല്ല, വേഗം ഇല്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു 3 പ്രാവശ്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ surely I come quickly, behold I come quickly, behold I come quickly. 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അതനുസരിച്ച് ദേവദാസന്മാർ പറഞ്ഞ വിഷയമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. വേർപാട് അനുഭവത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഞാൻ പുത്രത്വം പ്രാപിച്ചത് മാത്രമല്ല, ഇപ്പോൾ 4-ാമത്തെ നിലയിലേക്ക് കയറുക, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന സ്നാനം. ഗലാത്യർ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നാനത്തിൻ്റെ അനുഭവമാണ് ആമേൻ. പ്രൈസ് ഗോഡ്. ഈ 4-ാമത്തെ അനുഭവം പരിശുദ്ധ ആത്മാവിൽ സ്നാനപ്പെട്ടപ്പോൾ പ്രൈസ് ഗോഡ് 4-ാമത്തെ നിലയിലേക്ക് കയറി പുത്രത്വം പ്രാപിച്ചു. ഇതിൽ ഒരു അനുഭവമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വി ആർ നോട്ട് കോൾഡ് ദ ഡോട്ടേഴ്സ്, ബട്ട് ടിൽ ദെൻ വേർപാട് അനുഭവത്തെ വരെ ആമേൻ. പ്രൈസ് ഗോഡ് പുത്രിമാരുണ്ട്. എന്നാൽ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ പുത്രിമാരില്ല, എല്ലാ പുത്രന്മാരാ മാറുന്നു. വി റിസീവ്ഡ് എ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. അതുകൊണ്ട് നോ മോർ ഡോട്ടേഴ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, ഓൾ ആർ സൺസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്.
Praise God. Both the ladies, sisters and the brothers, we become sons of God. Hallelujah. അഞ്ചാമത്തെ നിരയിൽ കയറുക. ഇതിന് പേരാണ് സ്പിരിറ്റ് ലെഡ് ലൈഫ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം. റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. Romans chapter 8 verse 14. Praise God. Those now as many as have been led by the Spirit of God, they are the sons of God. ആത്മാവിനെ പ്രാപിച്ചത് മാത്രമല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് സ്പിരിറ്റ് ലെഡ് ലൈഫ്. പ്രൈസ് ഗാഡ്. ഇത് അഞ്ചാമത്തെ അനുഭവമാണ്. അഞ്ചാമത്തെ ആ നിഴലിൽ കൂടെ കയറുന്നു. പുത്രന്മാരെ ഇപ്പോൾ നമ്മുടെ വളർച്ച. ആമേൻ. പ്രൈസ് ഗാഡ്. രക്ഷിക്കപ്പെട്ടപ്പോൾ ഇരുന്ന വളർച്ച അല്ല. ആമേൻ. പ്രൈസ് ഗാഡ്. അന്ന് അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് പോയി. പ്രൈസ് ഗാഡ്. ആറാമത്തെ ക്ലാസ്. ആമേൻ. പ്രൈസ് ഗാഡ്. ആറാമത്തെ നിലയിലേക്ക് കയറുന്ന. പ്രൈസ് ഗാഡ്. ഇത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ഗാഡ്. വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. പ്രൈസ് ഗാഡ്. സാങ്ക്ടിഫിക്കേഷൻ. നിങ്ങളും ഞാനും പ്രൈസ് ഗാഡ് ഒരു അനുഭവം പ്രാപിക്കുന്നു. ഇതിന് പേരാണ് പ്രൈസ് ഗോഡ് സാങ്ക്ടിഫിക്കേഷൻ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. One second. Ephesians. ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. Praise God, that you may be blameless and harmless, the sons of God, without rebuke, in the midst of crooked and perverse nation, among whom you shine as lights in the world. ഇത് ആറാമത്തെ നിലയാണ്. Praise God, we are all sanctified to become the sons of God, to live as bright lights in the kingdom of God. അതോടെ നമ്മൾ ഏഴാമത്തെ നിലയിൽ കയറുവാണ്. റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ Romans chapter 8. Praise God. From verse 19. Praise God. For the earnest expectation of the creature waiteth for the manifestation of the sons of God. വായിക്കാം. 20-21 കൂടെ വായിക്കാം. Praise God. Verse 21. Because the creature itself also shall be delivered from the bondage of corruption into the glorious liberty of the children of God. ഇവിടെയാണ് ഓവർകമ്മിങ് ലൈഫ് എന്ന് പറയുന്നത്. ആ ഏഴാമത്തെ നിലയാണ് ഓവർകമ്മിങ് ലൈഫ്. ഇവിടെ ഒരു സൺഷിപ്പ് നമുക്ക് കിട്ടുന്നു. ഇതോടെ നിങ്ങളും ഞാനും ഒരു ഓവർകമ്മിങ് ലൈഫ് ജീവിക്കുന്നത് മാത്രമല്ല, പ്രൈസ് ഗാഡ്, വി ബിക്കം ദ ഫുൾനെസ് ഓഫ് ദ സൺസ് ഓഫ് ഗാഡ്. പ്രൈസ് ഗാഡ്. എല്ലാവരും പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗാഡ്. ഓൺലി ഓവർകമേഴ്സ്ക്ക് മാത്രം ഇതൊരു ചാലഞ്ചിങ് ആണ്. പ്രൈസ് ഗാഡ്. വിളിക്കപ്പെട്ടവരാണ് ആഗ്രഹത്തോടെ. പ്രൈസ് ഗാഡ്. ദി ഡിസയർ ദ ഹോളിനെസ് to move forward in Christian life, and they come to the 7 stages of sonship in their Christian life. Praise God. ഇവരാരും പ്രൈസ് ഗാഡ് പാപത്തെ നിസ്സാരമായിട്ട് കാണുന്നില്ല, പകരം പാപത്തെ മരണമായിട്ട് കാണുന്നു. പാപം ചെയ്താൽ ആമേൻ, പ്രൈസ് ഗാഡ്, രക്ഷ പ്രാപിക്കാം. രക്ഷ പ്രാപിച്ച് പാപം ചെയ്താൽ വൺ സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ എന്നുള്ള ഹൈപ്പോ ഗ്രേസ് വിശ്വസിക്കുന്നില്ല, പകരം ഹൈപ്പർ ഗ്രേസ് വിശ്വസിക്കുന്നില്ല. പകരം ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഒരു ഫർഗിവ്നെസ് ഉണ്ട്. പക്ഷേ വിത്ത് പണിഷ്മെൻറ്റ്
ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെയും എന്നെയും ആമേൻ പ്രൈസ് ഗോഡ് ശിക്ഷാബുദ്ധിയിൽ കൂടെ പാളശിക്ഷ കഴിക്കുന്ന, ലോകത്തോട് ശിക്ഷാബുദ്ധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പാളശിക്ഷ കഴിക്കുന്ന ഒരു അനുഭവമാണ്. ഡിസിപ്ലിനിങ് ആണ്. ഗോഡ് ഈസ് നോട്ട് റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ് ബട്ട് ഈസ് എ റെസ്പെക്ടർ ഓഫ് ക്യാരക്ടർ. Whether it's a pastor or whether it's a believer, it doesn't matter. The Holy Spirit is the source of disciplining the people and making them mature in the kingdom of God. Glory be to God's holy name. Praise God. കുറച്ച് മാവ് അമേൻ ഒരു മാവ് ഉണ്ടെങ്കിൽ, ഒരു ഡവ് ഉണ്ടെങ്കിൽ, അമേൻ പ്രൈസ് ഗോഡ്, ലിറ്റിൽ ലെവൽനെസ്, കുറച്ച് പുളിപ്പ് മുഴുവൻ മാവയും പുളിപ്പാക്കും എന്നുള്ള വചനത്തിൽ പ്രകാരം ഹല്ലേലൂയ പാപത്തെ നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം അവന് കയറി വരാൻ ഒരു അനുവാദം കൊടുത്താൽ മതി, മുഴുവൻ ജീവിതത്തെ വഷളാക്കി ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിച്ച് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ സൂക്ഷിച്ച് ആമേൻ നമ്മുടെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അധിക ഭയത്തോടും അധിക വിറയലോടും രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിത്ത് ഗ്രേറ്റ് ഫിയർ ആൻഡ് വിത്ത് great trembling we should work out the salvation of God. How can you work out? Praise God. ഞായറാഴ്ച മാത്രം ആരാധനയ്ക്ക് വന്നാൽ പോരാ. മൺഡേ മെൻസ് മീറ്റിംഗ് വരണം, വെഡ്നസ്ഡേ സഹോദരിമാർ മീറ്റിംഗ് വരണം, തേഴ്സ്ഡേ ബൈബിൾ സ്റ്റഡിക്ക് വരണം. പ്രൈസ് ഗാഡ്. എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കണം. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന അനൗൺസ്മെൻറ്റിൽ പറയുക എപ്പോഴാണ് ഉപവാസ പ്രാർത്ഥന ഉണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ സഭയുടെ ആശീർവാദത്തെ സ്ട്രോങ് ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. അവർ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന മാത്രമല്ല, എവിടെയെല്ലാം കൂട്ടായ്മ ഉണ്ടോ അവിടെ കൂട്ടായ്മയിൽ അവരുമുണ്ട്. അവർ പ്രാർത്ഥന എവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വന്നിട്ടുണ്ട്. അവരുടെ റെസ്പെക്ട് ചെയ്ത് അവനെ മാനിച്ചുകൊണ്ട് അവർ വരണം. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. എക്സ്ക്യൂസ് പറയാൻ പല കാരണങ്ങളുമുണ്ട്. But reasons to find your way to the church of God is not only the Sunday service but also throughout the week we have to be available in the presence of God. Hallelujah. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ആമേൻ പ്രൈസ് ഗോഡ് ദിവസം പ്രതി നിറയപ്പെട്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ ആമേൻ പ്രൈസ് ഗോഡ് ബാധ്യസ്ഥരാണ് നിങ്ങളും ഞാനും. ദൈവത്തിൻ്റെ മാനിഫോൾഡ് ഗ്രേസ് മെനിഫോൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് വൺ വേർഡ് മേക്ക് ഇറ്റ് മാനിഫോൾഡ് എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദറ്റ്സ് എ manifold wisdom of God. ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ടവർ ആമേൻ പ്രൈസ് ഗോഡ് പിശാച് മാറി നിൽക്കും. പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. പ്രൈസ് ഗോഡ്. അവനെ വിട്ടുപോകാൻ ആവശ്യമേ ഇല്ല. Praise God. If you are being filled with the wisdom of God, if you know how the Satan moves in your area, before he plants in his mind the hidden snares, you come to know. Because you are in the prayer room, in the throne room of God, and you know the wisdom of God, and Satan was afraid of you, is scared of you. Praise God. രോഗം നിങ്ങളെ എന്നെയും പേടിപ്പിക്കുന്നില്ല, പകരം രോഗത്തെ പേടിപ്പിക്കുന്നവരാണ് നിങ്ങളും ഞാനും. പിശാചിന് പേടിയില്ല, പകരം പിശാചിനെ പേടിപ്പിക്കുന്നവരാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. മരണത്തെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, വിജയം എവിടെ, പ്രൈസ് ഗോഡ്. ഹേ പാതാളമേ നിന്റെ വിജയം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങളും ഞാനും. Glory be to God's holy name. അടുത്തത് പ്രൈസ് ഗോഡ് നീതീകരണം. യാക്കോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. Job chapter 2 verse 22. James. Yeah. Praise God. Faith made perfect. Glory be to God's holy name. ഈ പുസ്തകത്തെ ഹല്ലേലൂയ വിശുദ്ധ ബൈബിളിൽ നിന്ന് യാക്കോബിൻ്റെ പുസ്തകത്തെ റിമൂവ് എടുക്കുവാൻ മാർട്ടിൻ ലൂതർ വളരെ ശ്രമിച്ചു.
മാർട്ടിൻ ലൂതറിന് ആമേൻ പ്രൈസ് ഗോഡ് ആ സമയത്ത് ആമേൻ റോമർക്ക് ഇത് ലേഖനം ആമേൻ ഒത്തിരി ബ്ലെസ്ഡ് ആണ്. അത് മുഖാന്തരം ആണ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് മാനസാന്തരം പ്രാപിച്ചത്. എന്നാൽ യാക്കോബ് പുസ്തകം വന്നപ്പോൾ പ്രവൃത്തികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വിശ്വാസമില്ലാത്ത ക്രിയ പ്രവൃത്തി ചെത്തതാണ്, മരിച്ചതാണ് എന്ന് വായിച്ചപ്പോൾ മനസ്സിലായി ഈ പുസ്തകം ബൈബിളിൽ ഇരിക്കാൻ പാടില്ല, ഈ പുസ്തകത്തെ എടുത്ത് കളയുവാൻ ശ്രമമെടുത്തു. എന്നാൽ പണ്ഡിതന്മാർ ഹല്ലേലൂയ യാക്കോബ് പുസ്തകത്തെ വിശുദ്ധ ബൈബിൾ തന്നെ ഉപയോഗിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ആമേൻ, ആത്മഫലങ്ങളിലും വിശ്വാസമുണ്ട്, ആത്മവരങ്ങളിലും വിശ്വാസമുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വി ഹാവ് ഫെയ്ത്ത് ഓൾസോ. അതിന് കാരണം പ്രൈസ് ഗോഡ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഫെയ്ത്ത് ഉള്ളത് കാരണം നിങ്ങളുടെയും എൻ്റെയും ജീവിതം പൂർണ്ണപ്പെടാൻ വേണ്ടി, പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി. എന്നാൽ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ ശുശ്രൂഷ മിനിസ്ട്രി പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി. Both our life and our ministry has to be perfected in the will of God. For that, the righteousness is more important. Righteousness എങ്ങനെ വന്നതെന്ന് അറിയാമോ? ആമേൻ പ്രൈസ് ഗോഡ്. ഇത്രയേ ഉള്ളൂ വാക്ക്, റൈറ്റ് സ്റ്റാൻഡ്. റൈറ്റ് സ്റ്റാൻഡ് രണ്ട് വാക്കാണ്. ഒരു വാക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ആൾക്കാർ ആമേൻ പ്രൈസ് ഗോഡ് ഉപയോഗിച്ച പദമാണ് റൈച്ചസ്നെസ് എന്നുള്ള പദം. Through this we attain righteousness in the presence of God. Glory be to God's holy name. പുതിയ യെരൂശലേം ഒരു 4 square city ആണ്. Why is this a 4 square city? നമ്മുടെ കർത്താവ് ദൈവിക സ്വഭാവങ്ങളിൽ 4 സ്വഭാവങ്ങൾ, അതായത് വിശുദ്ധി, ദൈവസ്നേഹം, വിശ്വാസം, ദൈവഹിതം, ഈ 4 വിഷയങ്ങളിൽ പൂർണ്ണത പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. ദൈവസ്നേഹത്തിലും പൂർണ്ണത പ്രാപിക്കണം, ദൈവവിശുദ്ധിയിലും പൂർണ്ണത പ്രാപിക്കണം. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിലും പൂർണ്ണത പ്രാപിക്കണം, ദൈവഹിതത്തിലും പൂർണ്ണത പ്രാപിക്കണം. ഇങ്ങനെ പ്രാപിച്ചവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് പുതിയ യെരൂശലേം. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു മതത്തിൻ്റെ ഇറ്റ് ഈസ് നോട്ട് റിലീജിയസ് വേർഡ്. It is used റോമാപുരിയിലുള്ള ആമേൻ പ്രൈസ് ഗോഡ് ആ സെനേറ്റേഴ്സ് ആമേൻ ലോർഡ് സീസറായിട്ട് ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രൈസ് ലോർഡ്. ജോൺസനെ പാസ്റ്ററിനെ വിളിക്കുന്നു, യേശുവെ എന്ന് വിളിക്കുന്നു. ദയവായിട്ട് അങ്ങനെ ചെയ്യില്ലേ. പ്രൈസ് ലോർഡ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ പറയുള്ളൂ, ലോർഡ് ജീസസ് എന്നെ പറയുള്ളൂ. അങ്ങനെ പറയുന്നില്ലെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് ജോൺസൺ തന്നെ വിളിക്കാം. എത്ര പ്രായമായാലും ആമേൻ പ്രൈസ് ഗോഡ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം. ആമേൻ പ്രൈസ് ഗോഡ് ജോൺസനെ വിളിക്കാൻ. അങ്ങനെ വിളിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ. ആമേൻ. ഈ സീസർ ലോർഡായിട്ട് ഇരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുന്ന സെനറ്റേഴ്സ് ആമേൻ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ആൾക്കാരാണ്. ദേ ഹാവ് റൈറ്റ് സ്റ്റാൻഡ് വിത്ത് സീസർ. അപ്പോൾ ഉപയോഗിച്ച പദമാണ് റൈച്ചസ്നെസ് എന്ന പദം. അതിനെ ബൈബിളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ വിശ്വാസം വെച്ച് അവൻ്റെ വിശ്വാസത്താൽ ഉണ്ടാകുന്ന പ്രവൃത്തികളെ ആമേൻ പ്രൈസ് ഗോഡ് സ്വർഗം വിലയിടുന്നത്. ആമേൻ പ്രൈസ് ഗോഡ്. നീതിമാന്മാർ ആമേൻ പ്രൈസ് ഗോഡ്. നീതി ചെയ്യുന്നവർ ഇന്നും നീതി ചെയ്യട്ടെ, അനീതി ചെയ്തവർ ഇന്നും അനീതി ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനീതി ചെയ്യുന്നവരെ കണ്ട് പഠിക്കുന്നവരല്ല നിങ്ങളും ഞാനും, പകരം നീതി ചെയ്യുന്നവരെ കണ്ട് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നമ്മുടെ മുമ്പിൽ ഓടിയ ദേവദാസന്മാർ, നമ്മുടെ വിശുദ്ധന്മാർ, ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നമ്മുടെ മുമ്പിൽ ഓടുന്ന അമ്മ പ്രൈസ് ഗോഡ് ദേവദാസന്മാരെ കണ്ട് വളർന്നവരാണ് നിങ്ങളും ഞാനും. Glory be to God's holy name. Hallelujah. Daily Bible reading is essential as it is a
മിറർ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. എല്ലാ ദിവസവും കണ്ണാടി മുമ്പിൽ നിൽക്കുന്നവർ ആർക്കും ഉണ്ടോ? എല്ലാ ദിവസവും കണ്ണാടി മുമ്പിൽ നിൽക്കുന്നത് ആർക്കെയും പൊക്കത്തില്ല, എനിക്കറിയാം. എല്ലാവരും കണ്ണാടി മുമ്പിൽ നിൽക്കുന്നവരാണ്. അത് സഹോദരിമാർക്ക് പ്രത്യേകിച്ച് പറയണ്ട. പ്രൈസ് ഗോഡ്. ഉച്ചത്തല കൊടുത്തിട്ട് ഉള്ളങ്കാൽ വരെ കണ്ണാടി മുമ്പിൽ നിന്ന് നോക്കിയിട്ട് അവർ പോകത്തുള്ളൂ വെളിയെ പുറത്ത്. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയമുണ്ടോ? പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യാക്കോബ് 1-ാമത്തെ അധ്യായം അതിന് 23-ാമത്തെ വാക്യം. യാക്കോബ് പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. God's word of God is a mirror unto you and me. ഈ വചനത്തെ വായിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു നിങ്ങളും എന്നെയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ സമയമെടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആമേൻ. ദൈവസത്യം കേൾക്കുവാൻ നിങ്ങളും ജ്ഞാനം ബാധ്യസ്ഥരാണ്. ഇന്ന് രാവിലെ 3:30 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ്. എൻ്റെ കൂടെ വേറെ ഒരാളും എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. ആരെ നോക്കിയപ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ്. മനോഹരമായി പാടുന്ന ഒരു പക്ഷി. ആമേൻ. പ്രൈസ് ഗോഡ്. എൻ്റെ വീട്ടു ബാക്കിൽ ആമേൻ. പ്രൈസ് ഗോഡ്. മരത്തിൽ നിന്ന് 3:30 മണിക്ക് എഴുന്നേറ്റ് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് ആമേൻ പാടാൻ തുടങ്ങി. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര മണിക്ക് എഴുന്നേറ്റു ഇന്ന് രാവിലെ? പ്രൈസ് ലോർഡ്. ആ ഉച്ചയ്ക്കാണ് ആരാധന. ആമേൻ. കുറച്ച് നേരം കൂടെ കിടക്കാം, കുറച്ച് നേരം കൂടെ ഉറങ്ങാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരോ ഇവിടെ ഉണ്ട്. ന്യൂകാസലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ യേശു ക്രിസ്തുവിനെ അധികാലമായി തോറും ഹല്ലേലൂയ അധികാലം എഴുന്നേറ്റ് കർത്താവിനെ യേശു ക്രിസ്തു മുഖത്തെ നോക്കുന്ന, അവൻ്റെ കണ്ണാടി നോക്കുന്ന, അവൻ്റെ വചനം നോക്കുന്ന ആമേൻ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കിൽ പോയത് കൊണ്ട് നിങ്ങളും ഞാനും അവനെ രഹസ്യ വരവിലല്ലാതെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു. പ്രൈസ് ഗോഡ്. അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അതെ. Glory be to God's holy name. പറഞ്ഞു തീരാത്ത സന്തോഷം. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ സന്തോഷത്തിൻ്റെ പേരാണ് ആത്മസന്തോഷം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ആമേൻ. പ്രൈസ് ഗോഡ്. ഹിന്ദിയിലോ അല്ല, പകരം സ്വർഗീയ ഭാഷയിൽ പാടി ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ പേരാണ് പറഞ്ഞു തീരാത്ത ഒരു സന്തോഷം. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory to God. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ വളരെ ആമേൻ അടുപ്പമുള്ള ക്ലോസ് ആയിട്ട് നിർത്തി ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു ജീവിതമാണ് നിങ്ങൾ ഞാൻ വിളിക്കപ്പെട്ട ഒരു ജീവിതം. ഇങ്ങനെയുള്ളവർ ആമേൻ. പ്രൈസ് ഗോഡ്. 3-ാമത്തെ നിലയാണ് ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധി അവർ ഹല്ലേലൂയ വേണ്ടെന്ന് പറയുന്നില്ല, വേണമെന്ന് പറയും. കാരണം ദൈവത്തിൻ്റെ ന്യായവിധി എല്ലാവർക്കും വരണം. എവ്രിവൺ മസ്റ്റ് ഹാവ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. ഇവിടെ വന്നത് ആരാധനയ്ക്ക് വന്നതിന് ന്യായവിധി ഉണ്ട്. പ്രൈസ് ഗോഡ്. കർത്തൃമേശിൽ സ്വീകരിച്ചത് ന്യായവിധി ഉണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു ദശാംശം ഓരോ സ്വോത്ര കാഴ്ചക്കും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടാൻ പോകുന്നു. രഹസ്യത്തിൽ കാണുന്ന കർത്താവ് പ്രത്യക്ഷമായി പകരം നൽകാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. ഡിവൈൻ സർപ്രൈസായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മടിയിൽ ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ നൽകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ആമേൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രതിഫലവുമായി അവൻ വരുന്നുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. അവൻ ന്യായവിധി വെളിപ്പെടണം എല്ലാ കാര്യത്തിലും.
ആമേൻ, പ്രൈസ് ഗോഡ്. കാറ് ഓട്ടിക്കൊണ്ട് ആമേൻ, പ്രൈസ് ഗോഡ്, വാഷിങ്ടൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നല്ലേ, പ്രൈസ് ഗോഡ്, ദൈവം അതിൻ്റെ ആ മൈൽസ് കാണുന്നുണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. തീർച്ചയായും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്തന്നെ ചെയ്യണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ന്യായവിധി നല്ലതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വായിക്കാം നമുക്ക്. ബ്രദർ റോൺ വായിച്ച ആ പുസ്തകം തന്നെ പിന്നെ വായിക്കാം. 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ലോകത്തിൻ്റെ ന്യായവിധിയുമുണ്ട്. അതിൻ്റെ പേരാണ് ഈ ലോകത്തിൻ്റെ ശിക്ഷാവിധി. അതിൻ്റെ പേരാണ് വെള്ളസിംഹാസന ന്യായവിധി. അവസാനമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങളും ഞാനും പ്രൈസ് ഗോഡ് അവിടെ അകപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളും എന്നെയും ബാലശിക്ഷയിലുള്ളായി ആമേൻ, പ്രൈസ് ഗോഡ് ഉൾപ്പെടുത്തി. ആമേൻ, പ്രൈസ് ഗോഡ്. അവൻ്റെ ആമേൻ, പ്രൈസ് ഗോഡ് അവൻ രഹസ്യവരവിൽ കാണപ്പെടുവാൻ സഹായിക്കുന്നു. അവൻ്റെ മുഖത്തെ കാണുവാൻ സഹായിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഇവിടെ ആമേൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ബാലശിക്ഷ വേണ്ടാമെങ്കിൽ പ്രൈസ് ഗോഡ് ഈ ലോകത്തോടെ ന്യായവിധിയിൽ പങ്കെടുക്കാം. അല്ല അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ കൃപായുഗത്തിൽ അവൻ പ്രൈസ് ഗോഡ് അവൻ്റെ മുഖാന്തരം ബാലശിക്ഷ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് to be chastened of the Lord than to be condemned with the world. Praise God. Hallelujah. ശത്രുക്കൾ മുമ്പ് എനിക്കൊരു മേശ ഒരുക്കി അടുത്ത വചനം പറയുന്നു, പ്രൈസ് ഗോഡ് അവനെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ മുമ്പിൽ മേശ ഒരുക്കുന്നത് മാത്രമല്ല, നമുക്ക് ഹല്ലേലൂയ പ്രത്യക്ഷഗാനം നൽകുന്നത് ആമേൻ, പ്രൈസ് ഗോഡ് നമ്മൾ പാടുന്നത് ആമേൻ, പ്രൈസ് ഗോഡ് ഒരു ചടങ്ങായി പോയാലും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പ്രത്യക്ഷയോട് പറയട്ടെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നിങ്ങൾ എൻ്റെ മുൻപിൽ ഒരു മേശ ഒരുക്കുന്നത് മാത്രമല്ല, പ്രൈസ് ഗോഡ് നമ്മുടെ തല എണ്ണയാൽ അഭിഷേകത്താൽ നിറഞ്ഞ് കവിയുന്നു. Praise God. Glory be to God's holy name. Hallelujah. Praise God. ഒരിക്കലും ഡ്രൈ ആകുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ഹല്ലേലൂയ അവൻ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ബോധം വരുത്തുവാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് ഉപയോഗിക്കുവാനും കഴിയും. പ്രൈസ് ഗോഡ്. മൈക്കിൻ്റെ പുറയിൽ നിൽക്കുന്നവർ, മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ മൈക്കിൻ്റെ പുറയിൽ നിൽക്കുവാൻ ദൈവമിടയാക്കും. പാടാനറിയാത്തവർ പാടും. ആമേൻ. പ്രസംഗിക്കാൻ അറിയാത്തവർ പ്രസംഗിക്കും. പ്രാർത്ഥിക്കാൻ അറിയാത്തവർ പ്രാർത്ഥിക്കും. ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ മണവുള്ള പാത്രമായാക്കും എന്നുള്ളത് സംശയമില്ല. കർത്താവ് അവൻ്റെ വരവിനായി ഒരുക്കട്ടെ. എല്ലാവരും ദൈവവചനാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.